ശ്രീ അനിൽ വിളയിൽ, എന്തായാലും സർക്കാരിൻ്റെ സത്യവാങ്മൂലം പറയുന്നത് കൃത്യമായ നിലപാട് ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മതപണ്ഡിതർ വേണം ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ എന്നതാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്നിരുന്നാൽ കൂടിയും ഇതിലൂടെ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് പുറത്താകുന്നു. നമ്മൾ നേരത്തെയും കണ്ടതാണ് സർക്കാരിൻ്റെ ഈ ഒരു വിഷയത്തിൽ ഇരട്ടത്താപ്പ്. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ സർക്കാർ ഈ ഒരു യു ടേൺ അടിക്കുന്നതിന് പിന്നിലുള്ള യഥാർത്ഥ ഗൂഢലക്ഷ്യവും ഇതിലൂടെ പുറത്തു വരികയല്ലേ? അതെ, ഈ ഇരട്ടത്താപ്പെന്നൊന്നും ഇതിനെ പറയാൻ സാധിക്കത്തില്ല. യാതൊരു വിധമായ ക്രെഡിബിലിറ്റി ഉള്ള ഒരു പാർട്ടിയോ സംവിധാനമോ അല്ല CPM എന്ന് പറഞ്ഞേ. എല്ലാ കാലങ്ങളിലും അവർക്ക് ഭരണം എങ്ങനെയും തുടരുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എടുക്കുന്ന നിലപാടുകളാണ്. നിലപാടുകൾ ഇല്ലായ്മയുടെ പ്രതീകമാണ് കേരളത്തിലെ CPM. അവരുദ്ദേശിക്കുന്ന മതപണ്ഡിതന്മാർ ആരൊക്കെയാണ്? സ്വരാജാണോ? അയ്യപ്പ ഭഗവാന്റെ വിവാഹത്തിനെ പറ്റി ആധികാരികമായി ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് സ്വരാജ്. അദ്ദേഹമായിരിക്കാം അവരെ സംബന്ധിച്ച് ഒരു മതപണ്ഡിതൻ. അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മതപണ്ഡിതൻ ഇന്നലെ പാർട്ടി വിട്ടുപോയി. G. സുധാകരനായിരുന്നു മറ്റൊരു മതപണ്ഡിതൻ. ഇത്തരത്തിലുള്ള മതപണ്ഡിതന്മാരാണ് ഇവരുദ്ദേശിക്കുന്ന മതപണ്ഡിതന്മാർ എങ്കിൽ ഇവരുടെ അവസ്ഥ വളരെ ദയനീയമായി മാറാനാണ് സാധ്യത. ഇവർ നേരത്തെ കൊടുത്തൊരു സത്യവാങ്മൂലമുണ്ട്. ആ സത്യവാങ്മൂലത്തിൽ അവരുദ്ധരിച്ചിരുന്നത് കേരളത്തിലെ പ്രശസ്ത സാഹിത്യകാരനായ KL മോഹനവർമ്മ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കൊട്ടേഷൻ ആയിരുന്നു ആ സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരുന്നത്. അതിനകത്ത് അവർ പറഞ്ഞിരുന്നത് എന്താണ്? കാനനവാസനായിട്ടുള്ള അയ്യപ്പ ഭഗവാന്റെ വാഹനം പുലിയാണ്, മാംസഭുക്കായ പുലിയാണ് അയ്യപ്പന്റെ വാഹനമെന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ലോകത്തുള്ള ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് അയ്യപ്പന്റെ വാഹനം വാജീവാഹനാണ്, കുതിരയാണ് അയ്യപ്പന്റെ വാഹനം എന്നറിയാം. അന്നേരം യാതൊരു വിധമായ അടിസ്ഥാനപരമായ വിവരവുമില്ലാത്ത പണ്ഡിതന്മാരെ ഉൾപ്പെടുത്താനായിരിക്കും ഇവരുദ്ദേശിക്കുന്നത്. അതൊന്നും അല്ല ഇവരുടെ ലക്ഷ്യം. ഇവരുദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സമയത്ത് എങ്ങനെങ്കിലും ഒക്കെ ഇത് ഉരുട്ടിപ്പരട്ടി തെരഞ്ഞെടുപ്പ് വരെ ഇത് നീട്ടിക്കൊണ്ട് പോകുക എന്നുള്ളതിനപ്പുറമായിട്ട് മറ്റ് യാതൊന്നും തന്നെ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിലപാടുകളില്ല. നിലപാടുകൾ ഉണ്ടായിരുന്നു എങ്കിൽ വ്യക്തമായൊരു നിലപാടുള്ള ഒരു പ്രസ്ഥാനമാണ് CPM എങ്കിൽ അവര് ഇന്നും യുവതീ പ്രവേശനത്തിനെ അനുകൂലിക്കുകയാണ് വേണ്ടത്. യുവതികളെ പ്രവേശിപ്പിക്കണം. ഇതിനകത്ത് CPM എന്ന് പറയുന്ന പാർട്ടി കക്ഷി ചേർന്നിട്ടില്ല. ഇതിനകത്ത് കക്ഷി ചേർന്നിരിക്കുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് CPMന്റെ വനിതാ വിഭാഗമായ ജനാധിപത്യ മഹിളാ അസോസിയേഷനാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷന് സുരേന്ദ്രനാഥ് എന്ന വക്കീൽ വഴി സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്ന് കൊടുത്തിട്ടുള്ള ആ ആക്ഷേപത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട നിയമത്തിന്റെ അകത്തെ 3B എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. ആ വകുപ്പിൽ പറഞ്ഞിരിക്കുന്നത് ആർത്തവ കാലഘട്ടത്തിലെ യുവതികൾ ഒരു ക്ഷേത്രത്തിലും പ്രവേശിക്കരുതെന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ആ വകുപ്പിനെ റദ്ദാക്കണം എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയില് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഉന്നയിച്ചിരിക്കുന്ന വാദം. എന്ന് പറഞ്ഞാല് യുവതികളെന്നുള്ളതല്ല, ആർത്തവ കാലഘട്ടത്തിൽ പോലും എല്ലാ യുവതികൾക്കും ശബരിമല ഉൾപ്പെടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും കയറാനുള്ള അവസരത്തിന് വേണ്ടിയാണ് അവർ വാദിക്കുന്നത്. ഇതിന്റെ പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ട്. ഈ കേസിനകത്ത് വാദിയായിട്ട് നിന്നത് യങ് ലോയേഴ്സ് ഫോറം എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. അത് നൌഷാദ് എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് ആണ് അതിന്റെ പ്രസിഡന്റ്. അവരുടെ കൃത്യമായൊരു ആസൂത്രണം, ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നത്. ഈ നൌഷാദിന് എന്താ ഇത്ര താല്പര്യം? അയാളുടെ സഹോദരിമാരായിട്ടുള്ള സ്ത്രീകളെ അവരുടെ പള്ളികളിൽ കയറ്റണമെന്ന് അയാൾ വാശി പിടിക്കാതെ ഹിന്ദു യുവതികളെ ശബരിമലയിൽ കയറ്റണമെന്ന് വാശി പിടിക്കണമെങ്കിൽ അദ്ദേഹം വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊരു നിഗൂഢ ലക്ഷ്യമുണ്ട്. ഹിന്ദുത്വത്തിനെയും ഹിന്ദു സംസ്കാരത്തിനെയും അവമതിപ്പോടുകൂടി മറ്റുള്ളവരുടെ മുമ്പിൽ ചിത്രീകരിക്കണമെന്നുള്ള ഗൂഢ ലക്ഷ്യമാണ്. അതിന് ഈ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പോലെയുള്ള പ്രസ്ഥാനങ്ങളെ കരുവാക്കുകയാണ് ആ വ്യക്തി. നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് CPMനെ സംബന്ധിച്ച് നയമേ ഇല്ല. ഈ കേരളത്തിൽ ഒരു നയവും ഇല്ലാത്തൊരു പ്രസ്ഥാനമാണ് പ്രസ്ഥാനത്തിന്റെ പേരുണ്ടെങ്കിൽ അത് CPIM എന്നാണ്. അതിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇസ്ലാമിസ്റ്റുകളുടേതായി മാറിയിരിക്കുകയാണ്. ഇസ്ലാമിസ്റ്റുകളുടെ പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയെന്ന് ഞാൻ പറയുന്നതല്ല. കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ട G. സുധാകരൻ പറഞ്ഞതാണ്. ആലപ്പുഴ ജില്ല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ഈ ജിഹാദി ശക്തികള് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നിയന്ത്രണം ഏറ്റെടുത്തു വന്നിട്ട് അവര് പറയുന്ന നയങ്ങളാണ് നടപ്പാക്കാൻ പോകുന്നത്. ഈ താൽക്കാലികമായ രക്ഷപ്പെടിയിൽ മാത്രമാണ് ഈ സത്യവാങ്മൂലത്തിൽ കൂടെയൊക്കെ അവർ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയെങ്കിലും തല്ലിക്കൂട്ടി ഇന്നത്തെ ദിവസം ലാസ്റ്റ് ഡേറ്റിൽ ഒരെണ്ണം കൊണ്ടങ്ങോട്ട് ഫയൽ ചെയ്തു എന്ന് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കൂ. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പ്രതികരിച്ചതിന്.